എന്താ പോയൊക്കെ സൈക്കിൾ പഞ്ചറായതൊന്നും അല്ലാതെ ടയർ നല്ല പുതിയത് മാറ്റിയിട്ടുള്ളൂ. അത് വെറുതെ തേയാൻ വേണ്ടിട്ട് മാറുന്ന ഞാൻ പോട്ടെ. നിക്കേ പോയല്ലേ കാര്യം പറയാനുണ്ട്. നിങ്ങളെ പണിക്കാനല്ലേ സുഗുണ ലോകം മുഴുവൻ പറഞ്ഞിടക്കുക. എന്തോ പറഞ്ഞുകൊണ്ട് ഇറക്കുന്നുണ്ട്. നിങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണില്ല എന്നൊക്കെ. ലോക പിസ്കനാന്നൊക്കെ പറഞ്ഞ നാട് മൊത്തം അറിയിക്കണം നിങ്ങളെ പേരല്ലേ. നന്നോ എന്റെ കൊരവള്ളി എടുക്കുന്ന ദിവസമാണ്. അന്ന് നിന്റെ നുണക്കുഴിച്ചെരിഞ്ഞിട്ടില്ല. അനക്ക് എന്നെ മൊത്തത്തിലൊന്ന് ചേച്ചേ. മനുഷ്യന്മാരോട് പറഞ്ഞുകൊണ്ട് ഇറക്കി ഞാൻ എനിക്കൊരു തുണി കുപ്പായിട്ട് തന്നിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായി മനസ്സിൽ. നിങ്ങളെ കളഞ്ഞു തിരിച്ചിട്ടി അങ്ങനെ കാര്യത്തിൽ പെട്ടല്ലോ. അങ്ങനെ ഇപ്പൊ ഇവിടെ അതൊന്നും ഇജ്ജ് നോക്കണ്ട. എന്റെ ടൗസർ അങ്ങനെ പലയിടത്തും ഉണ്ടാവും. നാട്ടുകാരോട് മുഴുവൻ എന്താ വിളിച്ചുകൊണ്ട് നടക്കുന്നത്? ഞാൻ പിസ്കനാണ്, എനിക്കൊന്നും നിർത്തിയിരുന്നില്ല. ശരിയല്ലേ? ഒരു കോണകം വരെയെങ്കിലും നിർത്താൻ നിൽക്കണത്. അങ്ങനെ പിസ്ക എന്നുള്ളൊരു പേരുണ്ടെന്നുണ്ടെങ്കിലേ ഇന്നത് വാപ്പാ നിങ്ങളെ കരുതണ മാതിരിയല്ല. ഇവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണം. വെറുതെ കയറി ചെല്ലാൻ പറ്റുന്നില്ല. നമ്മളെ വരുന്നല്ലോ വെറുതെ ഞങ്ങളെ വസലാക്കാൻ വേണ്ടിട്ട്. ഹൈദർമാന്റെ കുട്ടിയുടെ അടുത്ത് വെച്ച അപ്പോയിന്റ്മെന്റോ? ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അടുത്ത കുട്ടിയാണ്. നിങ്ങൾക്ക് മടിയാണ് ഇവിടെ നോളി. ഞങ്ങൾ ഇവിടെ നിന്നോളാം. നവാസ് എവിടെ? നവാസേ. ഇരിക്ക. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാ. എന്റെ അടുത്ത് എന്തായിരുന്നു? എന്റെ കുട്ടികള് ഫാറൂഖിനും മുനീറിനെ ഒരു കഫ്തീര തുടങ്ങണമെന്നുണ്ട്. തുടങ്ങാലോ. അപ്പൊ അതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഓരോട് പറഞ്ഞു. പണ്ട് ശരിയാക്കി തന്നീന്നല്ലോ ആ തുണിക്കടക്കുള്ള ലൈസൻസ്. അത് മതിന്ന് ഓരോട് പറഞ്ഞു. അത് പറഞ്ഞാൽ കേക്കണ്ടായിട്ടുള്ളു. ആ ലൈസൻസ് പറ്റൂല. അത് പറഞ്ഞാ പറ്റൂല. എന്താ പറ്റായി? എന്തെങ്കിലും കാട്ടിക്കാണ്ട ശരിയാക്കി കൊടുത്താ. നിങ്ങൾ ഇരിക്കി. മക്കളൊക്കെ എവിടെ? കുട്ടികൾ ഇവിടെ ഉണ്ട്, പുറത്തുണ്ട്. ഓലൊക്കെ കണ്ടിട്ട് എന്റെ ഒപ്പം പോരാരും മടി, ഒരു കുറവ്. നമ്മള് തമ്മിലുള്ള ബന്ധപ്പായിട്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അന്റെ വാപ്പയാണ് ഇപ്പൊ എന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടേ. നമ്മള് തമ്മിലുള്ള ബന്ധപ്പ നമ്മക്ക് അറിയില്ലേ. ഇജ്ജ് ഈ കോട്ടും തൂട്ടിട്ട് ഇരിക്കണെന്ന് തന്നെ ഉള്ളൂ. ഇജ്ജ് ഇപ്പോഴും എന്റെ അടിയിലെ കുട്ടിയാ. അന്നെ ഞാൻ എടുത്തു വളർത്തിയാൽ എനിക്ക് ഓർമ്മ ഉണ്ടോന്നാവോ? എന്നിട്ട് ഓൽക്ക് ഇപ്പൊ എന്റെ ഒപ്പം പോരാൻ കുറച്ചില്ല. ഏതായാലും ഞാൻ വേണേ ഒന്ന് കൂട്ടിക്കൊണ്ടാ. ഒരു പണ്ട് പുറത്തേക്കുണ്ട് ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വാ. ഞാൻ പോലെ ഒന്ന് കൊണ്ടാ എന്റെ മുന്നേക്ക്. ഇങ്ങോട്ട് പോരി. ഞാൻ പറഞ്ഞൊക്കെ ശരിയാക്കിക്കോളും. നിങ്ങൾക്കല്ലേ പിന്നെ ഒരു വില ഇല്ലാത്തത്. ഇവിടെ പോന്നാണി. ഇതാരാ അലക്സാണ്ടർ മോളോ? ഇപ്പോഴും ഉണ്ട് ഇവിടെ? കണ്ടില്ലടാ എനിക്ക് ഇവിടെ ഉള്ള പിടിപാട്. ഇംഗ്ലീഷുകാർ വരെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോയി നിങ്ങള്. നിങ്ങൾക്ക് ഇന്നൊരു വില ഇല്ലാത്ത മാതിരി. ഇങ്ങോട്ട് പോയി. എന്റെ പൗരം എന്താ നിങ്ങൾക്കൊക്കെ ഞാൻ കാട്ടിത്തരാം. അതാ നവാസേ, എന്റെ കുട്ടികളാണ്. അല്ല ഞാനേ റോഡ് സ്കെച്ച് വരാം. നിങ്ങൾ വർത്താനം പറഞ്ഞോളി. പോയിട്ട് വരും. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം കാര്യങ്ങളൊക്കെ. ഞങ്ങളൊരു കഫ്തേരിയ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. തുടങ്ങാലോ. അപ്പേ ഞങ്ങളൊരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു. 3000-നും 4000-നൊക്കെ ലൈസൻസ് കിട്ടുന്നുണ്ട്. അതെങ്ങനെ സംഭവം? പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അത് കഫ്തേരിയന്റെ ലൈസൻസ് അല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഫ്തേരിയന്റെ ലൈസൻസ് അല്ലേ? അതിന്റെ കൊട്ടേഷൻ ഞാൻ ഇപ്പോ തയ്യാറാക്കി തരാം. ലൈസൻസിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ അറിയില്ല. നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, റിയാസ് കിൽറ്റൻ. അതിനകത്ത് എല്ലാ വീഡിയോസും മലയാളത്തിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈസൻസോ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ട ലൈസൻസോ ആവശ്യക്കാർക്കുള്ള ലൈസൻസൊക്കെ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇൻസ്റ്റന്റ് ലൈസൻസ് റെഡിയാക്കി തരാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ലൈസൻസും കൊണ്ട് പോവാം. ഓക്കെ, വളരെ ഉപകാരം. അപ്പോൾ ഫാറൂഖ് ഭായ്, മുനീർ ഭായ്, നിങ്ങളെ ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. ഇത്ര പെട്ടെന്ന് കിട്ടുന്ന കരുതിയില്ല. അതാണ് ഇൻസ്റ്റന്റ് ലൈസൻസിന്റെ പ്രത്യേകത. അപ്പോ റിയാസ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. റിയാസ് കിൽട്ടൺ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും അതിൽ അപ്ഡേറ്റ് ആയിട്ട് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ സംശയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് കയറി കാണുക. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ സൈനാത്തന്റെ കാര്യം എല്ലാരോടും പറയും. അത് പറയാക്കാനല്ലേ പാന്റെ കുട്ടിയെ ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ നീ പറയോ? ഇല്ല. ഗുഡ് നൈറ്റ് സാർ. ഇങ്ങോട്ട് വേണം. കുട്ടിയെ കളിച്ചാളാണ്. ഞാൻ വരൂല. അന്റെ പണി നീ കഴിച്ചേക്കാൻ. എന്റെ കുതിച്ചാണ് കയറി അറിയാൻ പറ്റാന്നോ? ഒമ്പത്തെ തങ്ങത്തിലല്ലോ. ഞാനിപ്പോ മര്യാദ കൊന്നോ എന്നെ മാനം കെടുത്താൻ നിൽക്കണ്ടേ? അല്ല പുറം ഞാൻ പോച്ചു ഇങ്ങോട്ട് എറിയാത് എറിയാണ്ട്. നമ്മൾ ഇനി ചില്ലിന്റെ പാല കാണാൻ പോണേ. ഞാൻ
രണ്ടും ഒരേ മോശയാണ്. അങ്ങോട്ട് വരടാ. തല കണ്ടോ കൊണ്ടോട്ടി എയർപോർട്ട് അവിടെ ആ സൈലന്റെ വിലപ്പുറത്ത് ഒരു പേടി മേടിച്ചണ്ടേ കൊല്ലാൻ കൊണ്ടത് എല്ലാം മനുഷ്യന്റെ പൗതി ജീവന് പോയി. പുറം ഞാൻ പോയിച്ചു. ഞാൻ പെരീത്തൊരു ആവശ്യത്തിന് കിട്ടൂല. എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനെ കണ്ടോ? കാണൂല. ഓ അങ്ങനത്തെ സാധനമാണ് കുഞ്ഞാപ്പോ. തന്തമ്പടി എത്തിയോ അന്ന ഞാൻ എന്തിനു കാരണ റേഷൻ പിടി കാരണോ പാർട്ടി കളിച്ചേ. ഇങ്ങോട്ട് വാ അടക്കാണ്ട്. അല്ല വാപ്പയാണ്. വാ സൈന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല. ചെറുക്കൻ പാർക്കൊക്കെ വന്നിട്ട് ഓനെ കാണാല്ല. ഓനെ തരികയാണെന്ന് ഇജ്ജ് പോകാൻ പറ്റാ. ഈ കൂരിപ്പ് ഇത് എവിടെ പോയി കിടക്കുക? ഒരുപാട് സാധനത്തിന് കയറാണ്ട് പടേ ഇതൊക്കെ കാണാതെ പോവാ. ഏത് നേരം ഒടുക്കത്തെ റേഷൻ കാർഡ് പണ്ടാറ പോറ ഞാൻ പൊളിച്ചേക്കാലോ. പറയണ്ട കേട്ടോ. അയച്ചു പറ്റൂല. കൊമ്പങ്ങാട് കോയ ആ എന്നെ കണ്ണ് തെറ്റിയ പോയി പാർക്ക്. കുഞ്ഞാപ്പൂനെ കണ്ടെങ്കിൽ ഓ കുതിരമ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കുതിര കളിച്ചുകൊണ്ടിരിക്കേ. ഇതൊരു ഒറ്റ ഒരുത്തനാണ് അവനെ നാസാക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇഞ്ചമ്മ വന്നാലേ ഞങ്ങളെ മോളുണ്ട്. ബുദ്ധിയില്ലാത്ത ജന്തു അല്ലത്. അത് നമ്മളെ മാറി സ്കൂൾക്ക് മറസ്ക്കും പോയിക്കണോ? അന്നെ പറഞ്ഞാൽ മതി ഇതിനൊക്കെ. ഇന്ന് തെരഞ്ഞാ കാണൂല അതിനെ. ഓനെ കാണാനേ ഇന്റെ അടുത്ത് ഐഡിയ ഉണ്ട്. അത്ര പിത്ര തവളാച്ചി മറിയമ്മ ഒന്ന് വിളക്കൂതി കേട്ടോ. അങ്ങനെയൊക്കെ അല്ലണ്ട് ഇപ്പച്ചൂടെ ഇപ്പച്ചിനെ കാണാൻ എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഇപ്പച്ചേ സൈന വന്നു. അടച്ചോനെ സൈന വന്നോ? കിട്ടി കിട്ടി ഞാൻ വെറുതെ പറഞ്ഞാണ് ഇപ്പച്ചേ. എന്താന്നില്ലേ സാരല്ലോ. അസ്സലാമലൈക്കും. പൈസ പറ്റി തരുട്ടോ. ഇതിനറിയാത്ത ആരാളെ അത് പൈസ തരും. പാടി കുഞ്ഞാപ്പൂനെ കണ്ടോ? കമാൺ എവരിബഡി റബോട്ട്. ഒന്ന് ഇവിടെ കമോൺ. മാർക്കറ്റിംഗിന്റെ 4 പീസ് എന്തൊക്കെയാണ്? യു സ്റ്റാൻഡ് അപ്പ്. സാർ വിളിക്കണ്ടേ? നീക്ക് എന്താ ക്വസ്റ്റ്യൻ എന്താ തന്നെ? കൊമ്പങ്ങാട് കോയ ഇവിടെ വന്ന ഇവിടെ വാ. എന്നോട് ഞാൻ വാപ്പാന്റെ പേരല്ല ചോദിച്ചത്. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. ആൻസർ പറയേ. പടച്ചറപ്പേ മാർക്കറ്റിത്തെ 4 സാധനങ്ങൾ കിട്ടി. പറയേ. പാവയ്ക്ക, പപ്പായ, പടവലം, പഴം. മാർക്കറ്റിംഗ്. എന്റെ വാപ്പാനെ വിളിച്ചു കൊടുത്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ വാപ്പാനെ കൊടുത്തിട്ട് പ്രിൻസിപ്പാളും കണ്ടിട്ട് ക്ലാസ് കയറിയാ. അവിടെ ദേഷ്യപ്പെടാൻ 4 പീസ് പോയതിന്റെ കാര്യമാണ് പറഞ്ഞ പുറത്താക്കി. 4 പീസ് പറഞ്ഞ പോലെ പുറത്താക്കിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ടാവും. ആ പീസ് അല്ല പച്ചേ. ബാക്കിയുള്ള പീസൊക്കെ ഞാൻ അടുത്താണ്. ഇടുവാ രണ്ടിലൊന്നും അറിയണം. അന്നോടെ പഠിപ്പിച്ചിട്ട് കാര്യം ഉണ്ടോ എന്നുള്ളത് അറിയണം. കൊയ്രെന്ന് കൊണ്ടേ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചാനാണെങ്കിൽ പിന്നെ ഞാനും കുഞ്ഞാപ്പും കൂടി ടൂർ വന്നേ എല്ലാം കുഞ്ഞാപ്പൂ ഉറങ്ങാണേന്ന്. വിരുന്നേര് മുഴുവൻ വന്നിക്കണോന്നാ. പടച്ചറപ്പെന്ന വെക്കെ കുഞ്ഞാപ്പൂ നീച്ച പെരിയില് വിരുന്നേര് വന്നിക്കണോന്ന്. എന്തോ ഒരു ആട്ടാണ് കുഞ്ഞാത്ത്. പച്ച തല ഇരുമ്പാണ്. ഈ പറയാൻ എവിടെ പോയി? നീ തുടങ്ങിയാലും അവന്റെ കളി. കുഞ്ഞാപ്പോ അന്റെ അലിയമാരൊക്കെ വിരുന്ന് നോക്കണം. ആ ഓലത്തിന്റെ അരച്ച് തീരുന്നതിന് മുന്നേ പെരി കത്തണം. എന്റെ ചേർത്ത കുഞ്ഞാപ്പൂനെ കണ്ടോ? കാര്യം ഇന്ന് ഇവിടുത്തെ പോകണ്ട പറ്റിയ പോകച്ചും പൂതി ഇറച്ചി കച്ചു കട ചുണ്ടലിയെ അല്ലെങ്കിൽ ഒരു വൈക്ക് കൊണ്ടോടെ പരിപാടിയില്ല. നിർത്തി ഇന്നത്തോടു കൂടി ഒറ്റൊന്നും തന്നാണല്ലോ മനസ്സിനെ പഠിപ്പിച്ച്. പച്ചത്തളകൾ ചാടി ചാടി പോകുന്നേ. ഒന്നുകൂടെ ചാടി വന്നാൽ അപ്പോഴെണ്ണം 2. ഇപ്പൊ ചാട്ടുണ്ട് പറ്റിയ. ആ കുഞ്ഞാപ്പൂണ്ടേ. ഞാൻ ആട്ടിയമ്പാറ റിസോർട്ടിലാണേ.
ആട്ടിയത് പേച്ചുകൊണ്ട് വെച്ചാ കളിക്കാനോ കളം തരുമേ കുളിക്കാനോ കുളം തരുമേ ഇറച്ചി നാട്ടാക്കണം എന്ന് കേൾക്കണ്ട് പെരിയിൽ ഇറച്ചി കഴിഞ്ഞിട്ട് ഇന്ന് അന്നെ ഞാൻ പൊരിച്ച് തിന്നു ഞാൻ ചങ്കള നമ്മളിപ്പോ ഉള്ളത് നിലമ്പൂർ ആട്ടിയമ്പാറുള്ള റോക്ക് ഹിൽ റിസോർട്ടിലാണ് ഒരു 1.5